എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കാൻ എൻ്റെ അടുത്ത്? ഞാൻ എന്തോ ചെയ്ത്? എന്ത് നോക്കടേ വലിയ പ്രയാസം പോലെ ഇരിക്കുന്നു. എന്താ പറ്റടി മോളെ? ഒന്നുമില്ല, ഒന്നുമില്ല, അവനോട് പറ. ഒന്നുമില്ലെന്ന്. മഴ കൂടി കാണും. പിന്നെ ചേട്ടത്തി അനിയത്തി കൂടെ വഴ കൂടി കാണും. ഏത് നേരം അത് തന്നെ. ഏയ് മഴ കൂടിയാ? വഴക്ക് കൂടിയില്ല. എപ്പം നോക്കിയാലും മുഖത്തോട് പോകാൻ നോക്കിയാൽ രണ്ടും കീരിയും പാമ്പും പോലെ. എന്റെ മാമ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാത്ത എന്താണെന്നറിയാവോ? അത് ഈ പിള്ളേർ കേസിൽ പൂർണ്ണവര് ഇടപെടുന്നത് ശരിയായ കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ നേരത്തെ ഇടപെട്ടത്. രണ്ടിന് ഞാൻ കൊണ്ടുപോയി. നീ ഇന്നത്തെ കാര്യം എന്തര്? എനിക്കറിഞ്ഞൂടാ. എനിക്ക് ആരടുത്തും ദേഷ്യമോ പിണക്കോ ഒന്നുമില്ല. അവക്കല്ലേ പുതിയ അനിയത്തി വരെ കിട്ടിയേ, അതുകൊണ്ടായിരിക്കും. അതെ മാമൻ അവളടുത്ത് ചോദിക്കാം. എന്താ അവള് വരട്ടെ, ചോദിക്കേ. മാമന്റെ പൊന്നോളല്ലയോ? കുഞ്ഞാടി 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 വന്നേ. കണ്ടിരിക്കുന്നടി. ഒന്നുമില്ലടി. നിനക്കെന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? നിനക്കോ? എനിക്കെന്തോന്ന് പ്രശ്നം? എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? മാമന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. നോക്ക്, ഇവക്കും പ്രശ്നമില്ല, അവക്കും പ്രശ്നമില്ല. പിന്നെ ഇവിടെ ആക്കാണ് പ്രശ്നം. അവക്കാണ് പ്രശ്നം. അവക്ക് എന്തോടി പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? അവൾ എന്നെ മൈൻഡ് ചെയ്യാതെ നടന്ന് ഭയങ്കര ജാട. ആണോ? ജാട എന്നെ. അതിനൊരു കാരണം ഉണ്ട് മാമ. പറ. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് എത്ര ദിവസമായി? ഇവിടെ ഫോൺ ചെയ്യുമ്പോ അച്ഛനോടും അമ്മയോടും മാത്രമേ സംസാരിക്കുള്ളൂ. അഥവാ എന്റെ അടുത്ത് സംസാരിക്കും ഒരു വാക്ക് സംസാരിച്ചോടെ കട്ട് ചെയ്യും. അങ്ങനെ അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും സംസാരിക്കാറുണ്ട്. ഒന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കാമല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാമല്ലോ. ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അവളുടെ ഫോണിൽ മാത്രമായിട്ട് വിളിക്കില്ല, അച്ഛന്റെ ഫോണിൽ വിളിക്കും. അതൊരു ന്യായം അവള് പറഞ്ഞത്. നിന്റെ ഫോണിൽ മാത്രമായിട്ട് വിളിക്കുന്നില്ല, അച്ഛന്റെ ഫോണിൽ വിളിക്കും. നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇവിടെ സംസാരിക്കുന്നു മാമ. ഒരു വാക്ക് പറയും ഓടെ കട്ട് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതെന്താടി? അത് പിന്നെ എനിക്കിങ്ങനെ അധികം നേരം ഫോണിൽ സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ലെന്ന് അറിയാലോ മാമന്. പറയണില്ല. എങ്ങനെ? മക്കള് പറ. അവക്ക് അങ്ങനെ ഫോണിൽ കൂടുതൽ നേരം സംസാരിക്കുന്ന ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാവുള്ള അങ്ങനെ സംസാരിക്കാം. ഫോൺ ഉപയോഗിക്കാത്ത ആള്. നിക്കേ, അതെല്ലാം പോട്ടെ. എവള് നിന്റെ ആരാ? എന്റെ അനിയത്തി. അനിയത്തിയാണല്ലോ. അപ്പൊ അവക്ക് എന്തെങ്കിലും ഒരു കുറ്റം വന്നാല് ക്ഷമിക്കേണ്ട ആരാ? ഞാൻ. നീയാണല്ലോ. എവള് നിന്റെ ആരാ? ചേച്ചി ആണല്ലോ. അപ്പൊ അവളെന്തെങ്കിലും ഒരു ചെറിയൊരു കുറ്റം ചെയ്താല് ആരാ ക്ഷമിക്കേണ്ടത്? നീ തന്നെ ക്ഷമിക്കണം. ആണല്ലോ. അപ്പൊ പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. കൈ കൊടുക്കടി. കൈയൊക്കെ കൊടുക്കാം, പക്ഷെ പ്രോമിസ് ചെയ്യണം നീ ഇത് കാണിക്കില്ല. പിങ്കി പ്രോമിസ്. എന്തൊരു സ്നേഹം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവക്ക് വേറെ 2 അനിയത്തിമാരെയൊക്കെ കിട്ടിയില്ലേ? അത് ഞാൻ നിന്നെ ഒന്ന് ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം പിടിയിട്ടല്ലോ മാമ. ഇത് എവര് നമ്മളെ പറ്റിക്കാന്ന്. എവര് ഭയങ്കര അടുപ്പാ നമ്മളെ. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവള് കാർത്തൂന് ഉടുപ്പ് മേടിച്ചു കൊടുത്ത് എനിക്ക് ഒന്നും മേടിച്ചോണ്ടൊന്നില്ല. അതെന്താടി അങ്ങനെ? നിനക്ക് മേടിച്ചില്ലെന്ന് ആരും പറഞ്ഞു? നീ എനിക്ക് തന്നില്ലല്ലോ. തരാൻ ഓരോന്നൊന്ന് അടുത്ത് വരണ്ടേ, എന്നാലേ തരാൻ പറ്റൂ. അപ്പൊ മേടിച്ചു ആണോ? എന്നാ കാണിക്ക. വാ. അയ്യോ എന്നെ കൊല്ലല്ലേ. മാമോ, ചേച്ചി അനിയത്തിക്ക് സമ്മാനമായിട്ടാ വന്നേക്കുന്നത്. പക്ഷെ നമുക്കൊന്നും വാങ്ങിച്ചു തന്നില്ല. നീ പോത്തുവരെ വളർന്നില്ല. നിനക്കാർ സമ്മാനം മാറ്റോണ്ടേ. പിള്ളേർ എന്തൊരു മാറ്റം നോക്കാം. അങ്ങോട്ട് കേടാ. അല്ലെങ്കിൽ വാ. തുറക്ക്.
ആർത്തി കാണിക്കാതെ തരാം. ഓ വലിച്ചു കീറല്ലേ. തുറക്കട്ടെ. അയ്യോ എനിക്ക് പൊട്ടിക്കാതെ ഇനിയുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങൾ. തീർന്നില്ല. എന്റെ ഫേവറേറ്റ് സാധനം എന്താ ഇപ്പൊ വരും. ഇങ്ങനെ പൊട്ടിക്കണേ. ആക്രാന്തം കാണിക്കാതെടി. ഞാൻ കാണിക്കും. നിനക്ക് ഇനി ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ് ചെയ്യാം. താങ്ക് യു. ഓ വന്നപ്പോ എന്തായിരുന്നു ആ മുഖത്തിന്റെ ഒരു കനം. ഇപ്പൊ എവിടെ പോയി ദേഷ്യം പിണക്കമൊക്കെ? എനിക്കറിയായിരുന്നു നീ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. ഓ ഓ എനിക്കത് മനസ്സിലായി. മനസ്സിലായിരുന്നു? പിന്നെ ചേച്ചി എന്തോ എനിക്കില്ലേ? പിന്നെ ഇത് മൊത്തം നിനക്കല്ലേ. എന്നാ കഴിച്ചോ. എങ്ങനെയുണ്ട്? ആ എന്നാ പിന്നെ ഒരു ഉമ്മയൊക്കെ തരാം. ഇത്രയൊക്കെ കൊണ്ടുവന്നല്ലേ. വാ. എത്ര ആളാ എന്നെ കണ്ടിട്ട്? എന്നിട്ടാണ് നീ എന്നെ വിളിക്കാത്ത. കോംപ്രമൈസ്. കോംപ്രമൈസ്.